ഐസെറ്റ് എക്സാമിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഐസെറ്റ് എക്സാമിൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒരു പാർട്ട് നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഐസെറ്റ് എക്സാം എന്താണെന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞാൽ IAME കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ സ്കിൽ എൻഹാൻസ്മെൻറ്റ് ട്രെയിനിങ് എക്സാമാണ് ഐസെറ്റ് എക്സാം. വർഷങ്ങളായി IAME കണ്ടക്ട് ചെയ്തു പോരുന്നുണ്ട്. കുട്ടികളുടെ ടാലൻറ്റ് വർദ്ധിപ്പിക്കാനും കുട്ടികൾക്ക് അതിലൂടെ കുട്ടികളുടെ സ്കിൽ എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് IAME ഈ ഐസെറ്റ് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. 2024 ഐസെറ്റ് എക്സാമിന് വന്നിട്ടുള്ള ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൾറെഡി നമ്മൾ ഫസ്റ്റ് മുതൽ 10th വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി 10th മുതലുള്ള ഒരു 5 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാജുസ് മദർ ഹാസ് 3 children. One is Rama and other is Riya. Who is the third one എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുട്ടികളെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ ആ ലെവലിലുള്ള നിങ്ങളുടെ പേരൻസ് കൂടെ ഇരുന്നിട്ടായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് ആ ഒരു ലെവലിലേക്ക് കുട്ടികളെ എത്തിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. രാജുസ് മദർ ഹാസ് 3 children. One is Rama and other is Riya. Who is the third one? Rama, Riya, third one ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, രാജു, ഇത് രാജു. ഓക്കെ, ഇത് രാജു ആണെന്ന് വിചാരിക്കുക. ഇത് രാജുവിനെ നിങ്ങൾ കണ്ടല്ലോ. രാജുവിൻ്റെ അമ്മയ്ക്ക് എന്തുണ്ട്? 3 മക്കളുണ്ട്. രാജുവിൻ്റെ അമ്മ, രാജുവിൻ്റെ മദറിന് എന്തുണ്ട്? 3 മക്കളുണ്ട്. ഓക്കെ, അതിൽ ഒരു കുട്ടിയാണ് ആര്? രാജുവിൻ്റെ അമ്മയാണല്ലോ, അപ്പോൾ രാജു. രണ്ടാമത്തെ കുട്ടി അതർ ആരാണ്? ഇത് രാജു. ഓക്കെ, ഇത് രാജു. നെക്സ്റ്റ് രണ്ടാമത്തെ കുട്ടി ആരാണ്? ഫസ്റ്റ് വൺ ഈസ് രമ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ കുട്ടി രമ. ഓക്കെ, അപ്പോൾ രമനെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആരാണ്? സെക്കൻഡ് റിയ. ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ആരൊക്കെയാണ്? ഒന്ന് രമ, ഒന്ന് റിയ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രമ, റിയ. ഹു ഈസ് ദ തേർഡ് വൺ? നമുക്കറിയാം ആൾറെഡി എന്താണ് തേർഡ് വൺ എന്ന് പറയുന്നത്. എന്തായിരിക്കും? അത് രാജു തന്നെ ആയിരിക്കും. മനസ്സിലായിട്ടുണ്ടല്ലോ. രാജുവിൻ്റെ അമ്മക്ക് എത്ര കുട്ടികളാണുള്ളത്? രാജുവിൻ്റെ അമ്മക്ക് 3 കുട്ടികളാണുള്ളത്. ഒന്നാമത്തെ കുട്ടി രമ, രണ്ടാമത്തെ കുട്ടി റിയ. അപ്പോൾ മൂന്നാമത്തെ കുട്ടി ഏതാണ് ചോദിച്ചിട്ടുള്ളത്? ഏതായിരിക്കും? അത് ഏതായിരിക്കും? നിങ്ങളൊന്ന് പറയൂ. അത് രാജു തന്നെ ആയിരിക്കും അല്ലേ. രാജു തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the word Mississippi, how many times does the letter S appear? In the word Mississippi, how many times does the letter S appear? ഇവിടെ ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു വേർഡ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ വേർഡ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈ വേർഡിൽ എസ് എന്ന ലെറ്റർ എത്ര തവണ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എത്ര പ്രാവശ്യം അത് വന്നിട്ടുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 അല്ലേ. 4 തവണ നമുക്ക് ഇതിൽ കാണുന്നുണ്ട്, എസ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് നോക്കാം. ഓപ്ഷൻസ് 1 ഓപ്ഷൻ 1 ആണോ? ഓപ്ഷൻ 1 ആണോ? ഓപ്ഷൻ 1 അല്ല. ഓപ്ഷൻ 2 ആണോ? ഓപ്ഷൻ ബി ആണോ? അതെ, ഓപ്ഷൻ ബി 4 ആണ് ആൻസർ അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്താണ് 4 തവണയാണ് എസ് വന്നിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ലെഗ്സ് ഡസ് എ സ്പൈഡർ ഹാവ്? ഒരു സ്പൈഡറിന് 8 കാലിക്ക് എത്ര ലെഗ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു സ്പൈഡറിന് എത്ര ലെഗ്സ്? നമ്മളൊക്കെ അത് പഠിച്ചതാണ് അല്ലേ. എത്ര തവണ ഉണ്ടായിരിക്കും? 8. ഓപ്ഷൻ സി. അപ്പോൾ ഡയറക്റ്റ് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി 8 ലെഗ്സ് അല്ലേ. ഓക്കെ, അപ്പോൾ അതും ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും.
ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോണത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി ഫോർ എർത്ത്? ഏറ്റവും പ്രൈമറി സോഴ്സ് ഓഫ് എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൈമറി സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്, എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നൊക്കെ നിങ്ങളുടെ സബ്ജക്റ്റിൽ പഠിക്കും. അപ്പോൾ ഭൂമിയിലേക്ക് വരുന്ന ഏറ്റവും പ്രാഥമിക എനർജി അല്ലെങ്കിൽ ഊർജ സ്രോതസ്, എനർജി സോഴ്സ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി ഫോർ എർത്ത്? ഭൂമിയിലേക്കുള്ള പ്രൈമറി ആയിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് കിട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രാഥമിക ആയിട്ടുള്ള എനർജി സോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്താണ്. നമുക്ക് വേറെ നോക്കാനൊന്നുമില്ല, ഡയറക്റ്റ് ആൻസറാണ് എഴുതാൻ പറ്റുന്നത്. ഏതാണ്? മൂണും സ്റ്റാറും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? എപ്പോഴും സണ്ണാണ്. സണ്ണാണ് പ്രൈമറി എനർജി സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ എഴുതി കൊടുക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണ്. വിച്ച് നമ്പർ കംസ് നെക്സ്റ്റ് ഇൻ ദ സീക്വൻസ് ഓഫ് 2, 4, 6, 8? 2, 4, 6, 8. നിങ്ങൾ ഒരു പാറ്റേൺ ഇവിടെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? 2, 4, 6, 8 അല്ലെങ്കിൽ 2, 4, 6, 8. വിച്ച് നമ്പർ കംസ് നെക്സ്റ്റ് ഇൻ ദ സീക്വൻസ്? ഈ ഒരു പാറ്റേണിലുള്ള നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും എന്നാണ് ചോദിച്ചത്, അല്ലെങ്കിൽ ഏതാണ് എന്നാണ് ചോദിച്ചത്. നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 2 പഠിച്ചിട്ടുണ്ടല്ലോ. ഈവൺ നമ്പേഴ്സ്, ഫസ്റ്റ്ലി ഈവൺ നമ്പേഴ്സ് 2, 4, 6, 8. നെക്സ്റ്റ് ഏതായിരിക്കും? 10 അല്ലേ? അങ്ങനെയല്ലേ വരിക? ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഏത് ഓപ്ഷൻ അടയാളപ്പെടുത്താൻ പറ്റും? ഓപ്ഷൻ എ ആണോ? അല്ല, ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ സി ആണോ? അല്ല. ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ബി എന്ത് ചെയ്യണം? ടിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഐസെറ്റ് എക്സാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കുട്ടികളെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കണം. 2 മണിക്കൂർ എക്സാം ആയിരിക്കും, 100 മാർക്കിനായിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.